എത്ര പെട്ടെന്നാലേ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. അങ്ങനെ വന്ന് നാട്ടിൽ പോകാനുള്ള ഡേറ്റ് അടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളെ ഷോപ്പിംഗ് ആണെങ്കിൽ കാര്യമായിട്ട് നമ്മൾ ഷോപ്പൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും കാര്യമായിട്ട് കുറച്ച് സാധനം വാങ്ങാനും ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് സാധനമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇറങ്ങുമ്പോൾ തന്നെ ആസ് യൂഷ്വൽ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഹറം സെൻറ്ററിലേക്കാണ് പോയത്. അവിടുന്ന് പർദ്ദ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പർദ്ദ കുറേ തിരിഞ്ഞ് പർദ്ദ ഒന്നും കണ്ടില്ല കേട്ടോ. കണ്ട്, പക്ഷേ ഇതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും അങ്ങനെ കണ്ടില്ല. പിന്നെ അവിടുത്തെ ആ ബാഗിൻ്റെ ഒക്കെ നല്ല അടിപൊളി കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ കുട്ടികൾ ഈ ക്രോക്സ്, ചെരുപ്പ് അങ്ങനത്തെ ഒക്കെ ഒരു തട്ടും തൊട്ടൊരു തട്ടും വരെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊന്നും പിന്നെ നമുക്ക് ആവശ്യമില്ലാത്തതിനോണ്ട് അതൊന്നും വാങ്ങിയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളൊരു 11 മണിയൊക്കെ ആയപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റൊമാൻസിയെ പോയി. ഇവിടുത്തെ മദ്ബി റൈസ് എൻ്റെ ഇസാൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് 2-3 ദിവസമായിട്ട് അത് കഴിക്കാൻ പോകാമെന്ന് പറയുന്നുണ്ടേനു. അങ്ങനെ നമ്മളിതാ മദ്ബി കഴിക്കാൻ വേണ്ടി വന്നു. പക്ഷേ എൻ്റെ മെസൻ്റെ ഫേവറേറ്റ് ഇവിടുത്തെ മക്കുലൂബാട്ടോ. അത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മക്കുലൂബയിൽ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാവും, വഴുതന, പിന്നെ പംകിൻ, പൊട്ടാറ്റോ അങ്ങനെയൊക്കെ. അപ്പം ആ വെജിറ്റബിൾ കഴിക്കാനാണ് കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ്. ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ വന്നിട്ട് പിന്നെ അത് അവിടുത്തെ ഒരു സൂപ്പ്, ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അങ്ങനെ പിന്നെ ഇവിടുത്തെ കുനാഫ എന്തായാലും ഇവിടെ കയറിക്കഴിഞ്ഞാൽ കുനാഫ വാങ്ങും. അങ്ങനെ കുനാഫ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ബാസമിൽ പോയി. ബാസമിൽ കാര്യമായിട്ടൊന്നും വാങ്ങാനില്ലേനു കേട്ടോ. എനിക്കൊരു നെയിൽ പോളിഷ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എസിയും സമനും മാത്രം ഇറങ്ങിയിട്ട് വേഗം നെയിൽ പോളിഷൊക്കെ നോക്കി. പിന്നെ ഏതായാലും നമ്മളൊന്ന് കയറിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കറങ്ങുമല്ലോ. അങ്ങനെ ഞാൻ ജസ്റ്റ് കുട്ടികളുടെ ഹെയർ ആക്സസറീസൊക്കെ ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചിട്ട് നോക്കി. പക്ഷെ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കി പുതിയ എന്തെങ്കിലും വന്നിട്ടുണ്ടോയെന്ന്. അങ്ങനെ അവിടുന്ന് പിന്നെ വേറെ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല, നെയിൽ പോളിഷ് തന്നെ വാങ്ങിയിട്ട് പിന്നെ വീട്ടിൽ പോയി. വീട്ടിലെത്തിയപ്പോഴാണ് പുറത്ത് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു എന്ന് കണ്ടത്.